ആലപ്പുഴയിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ CPIM കോൺഗ്രസ് സംഘർഷം. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് സംഘർഷം ഉണ്ടായത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറണമെന്ന കോൺഗ്രസിന്റെ നിർദ്ദേശത്തെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ ശ്രീ സാജൻ വർഗീസ് അബ്രഹാമിനെ വളരെ ഭീകരമായിട്ടാണ് പഞ്ചായത്ത് ഹാളിലിട്ട് CPM പഞ്ചായത്ത് മെമ്പർമാരും പുറത്തു നിന്ന് CPM നേതാക്കന്മാരും ചേർന്ന് മർദ്ദിച്ചത്. വളരെ ഭീകരമായ മർദ്ദനമാണ് ആ ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങിയത്. മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെയും ആക്രമിച്ചു. മർദ്ദനമേറ്റ് പരിക്കേറ്റ ആളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ക്യാഷ്വാലിറ്റിയിൽ കയറി അവിടെ നിന്ന ഡോക്ടർമാരുടെയും മറ്റ് ആളുകളുടെയും മുമ്പിൽ വെച്ചാണ് CPMൻ്റെ ഏരിയ സെക്രട്ടറി ശ്യാംജിയുടെ നേതൃത്വത്തിൽ അയാളെ വീണ്ടും മർദ്ദിച്ചത്. ഒരു ഹോസ്പിറ്റലിനകത്ത് പോലും പൊതുപ്രവർത്തകർക്ക് സുരക്ഷയില്ലാത്ത സാഹചര്യമാണ്. കമ്മിറ്റി ഹാളിൽ കമ്മിറ്റി കൂടുന്ന മുറിയുടെ പുറത്തേക്കാക്കാൻ തള്ളിയിടാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അങ്ങനെ 14-ാം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിടിച്ച് തള്ളിയപ്പോൾ വന്ന് വീണത് ആ മുറിയുടെ ഒരു വാതിലിലാണ് വന്ന് തലയടിച്ച് വീഴുന്നത്. അതിനുശേഷം എഴുന്നേക്കാൻ നോക്കി എന്നെ ക്രൂരമായിട്ട് 14-ാം വാർഡ് മെമ്പർ ഇട്ട് താഴെയിട്ട് ചവിട്ടി, എൻ്റെ അടിവയറ്റിട്ടാണ് താഴെയിട്ട് ചവിട്ടിയത്. ഈ രണ്ടുപേരും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 14-ാം വാർഡ് മെമ്പറും കൂടിയാണ് എന്നെ ക്രൂരമായിട്ട് ചവിട്ടിയത്. കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായ PV ഷാജി വന്ന് ഞങ്ങളുടെ കമ്മിറ്റി നടക്കുന്ന റൂമിൻ്റെ ഡോറ് തുറന്ന് വീഡിയോ എടുത്തു. അതിനുശേഷമാണ് ബഹളം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾക്ക് തുടരാൻ പറ്റിയില്ല. അതേ തുടർന്നുള്ള പ്രശ്നമാണ്. പിന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും തള്ളിയിടുകയൊക്കെ ചെയ്ത് വൈസ് പ്രസിഡൻറ്റ് തള്ളിയിട്ടപ്പോഴാണ് ഞാൻ ചെന്നത്. അപ്പോഴാണ് എന്നെ ഇങ്ങനെ ബ്ലൗസിൽ കയറി പിടിച്ച് തള്ളിയപ്പോഴാണ് കാല് കസേരയെ കൊണ്ട്. ദേവൻ MP ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, ആലപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയിലെ സംഘർഷം ഒരു ചെറിയ സംഘർഷമായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് ഒക്കെ മനസ്സിലാകുന്നത്. പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നത്. ഇതിൽ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം ഈ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറണമെന്നാണ് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. എന്നാൽ ഇതിന്റെ ചർച്ച നടക്കവേ ഇരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും ഒപ്പം തന്നെ ഭരണപക്ഷത്തുള്ള CPM അംഗങ്ങളും തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടായി. പിന്നീട് ഈ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഇരു വിഭാഗവും തമ്മിൽ ഇത്തരത്തിൽ പ്രകോപനപരമായി സംസാരിക്കുകയും തുടർന്ന് അത് വാക്കുതർക്കത്തിലേക്ക് മാറുകയുമായിരുന്നു. ഈ സംഘർഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റായിട്ടുള്ള AP സരിതയ്ക്കും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അംഗങ്ങളായിട്ടുള്ള സാജൻ എബ്രഹാം തുടങ്ങി മറ്റ് ചില പ്രവർത്തകർക്കും അംഗങ്ങൾക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും എല്ലാം തന്നെ ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ സംഘർഷം അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം പിന്നീട് ഈ പഞ്ചായത്ത് ഹാളിനുള്ളിൽ വലിയ ഒരു പ്രവർത്തകർ അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഉണ്ടുതള്ളിലേക്ക് കലാശിക്കുകയായിരുന്നു. തുടർന്ന് ഈ പരിക്കേറ്റ എല്ലാവരെയും തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. എന്നാൽ ഇവിടെ എത്തിയ കോൺഗ്രസ് അംഗത്തെ CPM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് വീണ്ടും അത്യാഹിത വിഭാഗത്തിൽ എത്തിയ ശേഷം വീണ്ടും അവിടെ വെച്ച് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ചിട്ടാണ് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഷാംജിയുടെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകർ, പുറത്തുനിന്നെത്തിയ CPM പ്രവർത്തകർ അവിടെ വെച്ച് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇരു കൂട്ടരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. CPM പ്രവർത്തകർ കോൺഗ്രസ് അംഗങ്ങളാണ് ആദ്യം ഈ പ്രവർത്തനം തുടങ്ങിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇരു വിഭാഗത്തിന്റെ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസ് എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ദേവൻ MP ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.